ഹായ് ഹലോ വെൽക്കം യു ആൾ ടു എൻട്രി ആപ്പ്. ഐ എം കവ്യ. അപ്പൊ എല്ലാവരും വളരെയധികം ചിന്തിച്ചിരിക്കുകയായിരിക്കും അല്ലെ. ഇപ്പൊ HSST എക്കണോമിക്സ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അധ്യാപകരാവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെ സംബന്ധിച്ചിടത്തോളവും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് HSST എക്സാം എന്ന് പറയുന്നത്. സോ HSST എക്കണോമിക്സിന് നമ്മൾ ജനറൽ ആയിട്ട് റെഫർ ചെയ്യേണ്ട ബുക്കുകൾ ഏതൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ ഒരു സെഷൻ ഹാൻഡിൽ ചെയ്യുന്നത്. സോ വെൽക്കം യു വൺസ് അഗെയിൻ ടു ദ സെഷൻ. മൈക്രോ എക്കണോമിക്സിന്റെ ഏരിയയിലാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബേസിക് ആയിട്ട് നമുക്ക് മൈക്രോ എക്കണോമിക്സ്, മാക്രോ എക്കണോമിക്സ്, ഇന്ത്യൻ എക്കോണമി, പബ്ലിക് ഫിനാൻസ്, പിന്നെ കുറച്ച് ഇന്റർനാഷണൽ എക്കണോമിക്സിന്റെ അത് ജനറൽ ടോപ്പിക്സ് നോക്കാനാണ് QT അല്ലെ. ഇത്രയുമാണ് ബേസിക് ആയിട്ട് വരുന്നത്. ഇപ്പൊ മൈക്രോ എക്കണോമിക്സിന്റെ ഏരിയയിലാണെങ്കിൽ നിങ്ങൾ നോക്കേണ്ടത് ഇൻട്രൊഡക്ടറി മൈക്രോ എക്കണോമിക്സ് +1+2 ടെക്സ്റ്റ് ബുക്ക് നല്ല രീതിയിൽ തന്നെ നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. അതേപോലെ പ്രിൻസിപ്പിൾസ് ഓഫ് മൈക്രോ എക്കണോമിക്സ് HL അഹൂജ, S ചാന്ദിന്റെയാണ്, HL അഹൂജ. അതേപോലെ തന്നെ അഡ്വാൻസ്ഡ് എക്കണോമിക് തിയറി നമുക്കറിയാം. ഇന്ന് നമ്മുടെ സിലബസ് എടുത്ത് നോക്കിയാൽ അതിന്റെ ഫസ്റ്റ് മൊഡ്യൂളിൽ തന്നെ ഒരുപാട് റീസെന്റ് ആയിട്ടുള്ള അപ്ഡേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അതേപോലെ മൈക്രോ എക്കണോമിക്സിൽ റീസെന്റ് ആയിട്ടുള്ള അപ്ഡേഷൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ബുക്കാണ് അഡ്വാൻസ്ഡ് എക്കണോമിക് തിയറി, S ചാന്ദിന്റെ, അതായത് HL അഹൂജയുടെ പബ്ലിക്കേഷൻ, അല്ലെങ്കിൽ HL അഹൂജയാണ് ഇതിന്റെ ഓഥർ. അപ്പം ഈ 3 ടെക്സ്റ്റ് ബുക്കുകളും നിർബന്ധമായും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് വായിക്കുക. മാക്രോ എക്കണോമിക്സിന്റെ മേഖലയിലേക്ക് കടന്നാൽ മൈക്രോ എക്കണോമിക്സ് പറഞ്ഞ പോലെ തന്നെ മാക്രോ എക്കണോമിക്സിലും റീസെന്റ് ആയിട്ടുള്ള കുറച്ച് നമുക്കറിയാം കൺട്രോവേഴ്സീസ് ഇൻ മാക്രോ എക്കണോമിക്സ് എന്നൊക്കെ പറയുന്ന ഏരിയ ജനറലി ഈ ഒരു ഏരിയയിൽ വരാറുണ്ട്. സോ മാക്രോ എക്കണോമിക്സിന്റെ മേഖലയിലേക്ക് കടന്നാൽ സെക്കൻഡ് എഡിഷൻ ഓഫ് മാക്രോ എക്കണോമിക്സ് അത് നിങ്ങൾ വായിക്കണം. അപ്ഡേറ്റഡ് വെർഷൻ വായിച്ചാലും ഓക്കെ ആണ്. സെക്കൻഡ് എഡിഷനിൽ കുറച്ചുകൂടെ നമുക്ക് ഈ റൂട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് തിയററ്റിക്കൽ നോളേജ് കുറച്ചുകൂടെ നമുക്ക് കിട്ടും. അതുകൊണ്ട് സെക്കൻഡ് എഡിഷൻ തന്നെ പറയുന്നത്. റിച്ചാർഡ് ടി ഫ്രോയിന്റെ മാക്രോ എക്കണോമിക്സ് തിയറീസ് ആൻഡ് പോളിസീസ് വായിക്കുക. അതിനോടൊപ്പം തന്നെ DN ദ്വിവേദിയുടെ മാക്രോ എക്കണോമിക്സ് തിയറി ആൻഡ് പോളിസി 5th എഡിഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യൻ എക്കോണമിയിലേക്ക് കടന്നാൽ ഇന്ത്യൻ ഇക്കോണമി രമേശ് സിംഗിന്റെ, സാധാരണ UPSCക്കൊക്കെയാണ് നമ്മൾ രമേശ് സിംഗിനെ പറയാറുള്ളത്. പക്ഷെ രമേശ് സിംഗിന്റെ ടെക്സ്റ്റ് ബുക്ക് ഇന്ത്യൻ എക്കോണമിയില് ഓരോ കണ്ടന്റും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഡാറ്റയൊക്കെ അവർ തരും. ലേറ്റസ്റ്റ് എഡിഷൻ കിട്ടുമെങ്കിൽ അതാണ് കുറച്ചുകൂടെ ഉചിതം. അതേപോലെ മിശ്ര ആൻഡ് പൂരി എന്ന് പറഞ്ഞ ഒരു ഓഥർ ഉണ്ട്. അദ്ദേഹത്തിന്റെ ടെക്സ്റ്റ് ബുക്ക് ഇന്ത്യൻ എക്കോണമി എന്നാണ് അദ്ദേഹത്തിന്റെ ടെക്സ്റ്റ് ബുക്കിന്റെ പേര്. അത് നിങ്ങൾക്ക് റെഫർ ചെയ്യാം. അത് കുറച്ച് കട്ടിയുണ്ട്, അത് വായിച്ചെടുക്കാൻ ഇത്തിരി സമയമെടുക്കും. എന്നിരുന്നാലും അതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള, ഇപ്പൊ നമ്മുടെ സിലബസ് ആണെങ്കിലും ഇത് ഈ ഇന്ത്യൻ ടെക്സ്റ്റ് ബുക്കിലെ കണ്ടന്റ് ആവശ്യമില്ല. നമുക്ക് ഏതാണോ ആവശ്യമായിട്ടുള്ളത് അപ്പൊ അതൊന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്ത് പഠിക്കുവാണെങ്കിൽ മിശ്ര ആൻഡ് പൂരി നല്ലതാണ്. അതേപോലെ ദത്ത ആൻഡ് സുന്ദരം ഇന്ത്യൻ എക്കോണമിക്ക് വേണ്ടി ബേസിക് ആയി ഡിസൈൻ ചെയ്ത ബുക്കാണ് ദത്ത ആൻഡ് സുന്ദരം ടെക്സ്റ്റ് ബുക്ക്. അതിന്റെ അകത്താണെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇന്ത്യൻ എക്കോണമി ആവുമ്പോൾ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് അറിയാം കറന്റ് ഡാറ്റ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. സോ കറന്റ് ഡാറ്റ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങള് ഇന്ത്യൻ എക്കോണമിയുടെ ടെക്സ്റ്റ് ബുക്ക്, എക്സ്പെഷ്യലി ദത്ത ആൻഡ് സുന്ദരത്തിന്റെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് കാണാനായി പറ്റും. കൂടാതെ ഇവിടെ എക്കണോമിക് സർവേ, ബഡ്ജറ്റ്, പിന്നെ സെൻസസ് റിപ്പോർട്ട് ഇതെല്ലാം ഒന്ന് നിർബന്ധമായും പഠിച്ചു വെക്കുക. അടുത്തത് പബ്ലിക് ഫിനാൻസ്. പബ്ലിക് ഫിനാൻസില് HL ഭാട്ടിയുടെ ബുക്ക് ഉണ്ട്. പബ്ലിക് ഫിനാൻസ് എന്ന് തന്നെയാണ് അതിന്റെ ടൈറ്റില്. അത് നല്ലൊരു ബുക്കാണ്. അതേപോലെ മസ്ഗ്രേവ്, റിച്ചാർഡ് മസ്ഗ്രേവിന്റെ ബുക്ക് ഉണ്ട്, പബ്ലിക് ഫിനാൻസ് ഇൻ തിയറി ആൻഡ് പ്രാക്ടീസ്. അത് പബ്ലിക് എക്കണോമിക്സ്, പബ്ലിക് ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിരിക്കും. കൂടാതെ ജയപ്രകാശ് നാഥ് ആൻഡ് കമ്പനിയുടെ പബ്ലിക് ഫിനാൻസ്, അതുപോലെ നിങ്ങൾക്ക് ആ ഒരു മൊഡ്യൂളിൽ തന്നെ ഇപ്പൊ പബ്ലിക് ഫിനാൻസിന്റെ മൊഡ്യൂൾ എടുത്ത് നോക്കിയാൽ പബ്ലിക് ഫിനാൻസ് എന്ന് പറഞ്ഞിട്ടല്ല തന്നിരിക്കുന്നത് അല്ലെ, അതൊരു മിക്സ് ആയിട്ടുള്ള ഓർഡറിലാ തന്നത്. അതിന്റെ അകത്ത് കേരള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിന് നിങ്ങൾക്ക് BA പ്രകാശ്, ജെറി ആൽവിന്റെ
കേരളാസ് എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന ബുക്ക് റെഫർ ചെയ്യാം. അതേപോലെ KR ഗുപ്തയുടെ ഇന്റർനാഷണൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് കുറച്ച് ഇന്റർനാഷണൽ എക്കണോമിക്സ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ റെഫർ ചെയ്യാൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് LR പോറ്റിയുടെ ബേസിക് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് ആണ്. അവിടെ നിങ്ങൾക്ക് 2 വെർഷനും ഉണ്ട്. ഒരു ഫുൾ കോഴ്സ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ബുക്കും അവൈലബിൾ ആണ്. ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ഈ MBA BBA അങ്ങനത്തെ BComനൊക്കെ റെഫർ ചെയ്യുന്ന ഒരു ബുക്കാണത്. അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ പ്രോബബിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങള് അങ്ങനെ മുതലായിട്ടുള്ള ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് അവിടെ സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. MA ബേസ്ഡ് ആയിട്ടും ഈ ബുക്ക് വരാറുണ്ട്. ഇനി DR അഗർവാളിന്റെ ബുക്ക് ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് എന്ന് പറയുന്ന ആ ബുക്കും നിങ്ങൾക്ക് റെഫർ ചെയ്യാം. സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മേഖലയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ മാക്സിമം പ്രോബ്ലംസ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. എക്കണോമെട്രിക്സ് ആകുമ്പോൾ ഗുജറാത്തിയുടെ ടെക്സ്റ്റ് ബുക്കാണ് ഏറ്റവും അനുയോജ്യം. അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത് ടെക്സ്റ്റ് ബുക്കുകളെ കുറിച്ചാണ് അല്ലെ. അപ്പം ടെക്സ്റ്റ് ബുക്കിൽ എല്ലാം വലിച്ചുവാരി പഠിക്കുക എന്നുള്ളതല്ല, സിസ്റ്റമാറ്റിക് ആയി നോട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. എല്ലാവർക്കും വ്യക്തമാണെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.